നമുക്ക് ഇന്നൊരു ചെമ്മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനൊരു 1/2 കിലോ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് മുളക് പൊടി, പിന്നെ ഉപ്പും ഒരു സ്വല്പം കുരുമുളകും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്കൊരു അരപ്പ് ശരിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 മുറി തേങ്ങ, 2 ചെറുള്ളി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. ബാക്കി വേറെ ഒന്നും ചേർക്കില്ല. ഈ നേരം കൊണ്ട് നമ്മുടെ ചെമ്മീൻ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോണത് ഒരു ചട്ടി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സബോള ഒരു പകുതിയായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 10-15 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്ത് അതും ഒന്ന് വഴന്ന് വന്ന് ഒരു പകുതി വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി കുറച്ച് ഇട്ട് കൊടുക്കാം. ഒരു ചെറു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, പിന്നെ വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതായി വന്നിട്ട് അപ്പോൾ അതിലേക്ക് നമുക്കിനി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് 1 സ്പൂണ് ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേപ്പില ഇട്ട് കൊടുത്തു. അതും ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഒന്നും കൂടി കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുടപ്പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 കുടപ്പുളി ചെറുതായിട്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം കുടപ്പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരപ്പ് ചേർക്കണം. അരപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി മൂടി വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും വെന്തതാണ് കേട്ടോ, ചെമ്മീൻ വെന്തതാണ്. എന്നാലും ഒന്നും കൂടി ഇതിൽ കിടന്നിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. അപ്പോൾ അതായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, ഒരു ചെറിയ സ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടി ഒന്ന് തിളച്ചോട്ടെ. ഈ സമയത്ത് നമുക്ക് അതിലേക്കൊരു താളിപ്പ് ശരിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ അതിലേക്ക് ഒരു 10-15 ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ആയി വരട്ടെ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ കറിയാണ് അത്. ഞാൻ ഇതിന് മുൻപ് ചെമ്മീൻ റോസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കറി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കുക. 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി